ഇപ്പം നമ്മൾ അൽത്തവാർ പാർക്കിലാണുള്ളത്. നമ്മളുടെ റൂമിൻ്റെ അടുത്താകട്ടെ, നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. പിള്ളേർക്കൊക്കെ അവധിയായതുകൊണ്ട് നമ്മൾ ചുമ്മാ വൈകുന്നേരങ്ങളിൽ അടുത്തുള്ള പാർക്കിൽ കൂടെ വരുന്നതാണ്. ഇവിടെ എൻട്രൻസ് ഫീസും കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ഫാമിലി പാർക്കാണ്. മൺഡേ ടു തേഴ്സ്ഡേ ഇവിടെ രാവിലെ 8 മണി മുതൽ രാത്രി 11 മണി വരെയാണ് പിന്നെ ഇതിൻ്റെ ടൈമിങ്. പിന്നെ വീക്കെൻഡിൽ ഫ്രൈഡേ ടു സൺഡേ വരുന്നത് 8 മണി രാവിലെ മുതൽ രാത്രി 11:30 വരെയാണ്. പിന്നെ അല്ലാതെ പബ്ലിക് ഹോളിഡേ വരുന്ന പെരുന്നാളൊക്കെ വരുന്ന ആ സമയത്ത് നമുക്ക് 12 മണി രാത്രി വരെ ഇത് അവൈലബിൾ ആണ്. നല്ല പാർക്കാണ് കേട്ടോ. നല്ല ആൾക്കാർക്ക് നടക്കാനുള്ള സിന്തറ്റിക് ട്രാക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള ഫൺ ഏരിയ ഉണ്ട്. നമുക്കിനി ഉള്ളിലേക്ക് പോയി നോക്കാം. വൈകുന്നേരം ആണെങ്കിലും പാർക്കിൽ ലൈറ്റൊക്കെ ഓണായി. സമയം എത്രയാ? സമയം 6 മണി കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ലൈറ്റെല്ലാം ഓൺ ആയിട്ടുണ്ട്. ഇതെൻ്റെ ആൾക്കാരൊക്കെ നടക്കുന്നു. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം ഇപ്പോൾ ഇനി വരുന്ന സമയത്ത് നോമ്പ് തുറക്കാനൊക്കെയുള്ള സമയമായല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്നൊക്കെയാണ് കുറേ പേര് നോമ്പ് തുറക്കുന്നത്. ഈ പാർക്കിൽ കൂടെയാണ്. ഇവിടുന്ന് പാർക്കിൻ്റെ ചുറ്റുമുള്ള നടക്കാനുള്ള ട്രാക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ ചുറ്റും നല്ല മരങ്ങളായതുകൊണ്ട് നല്ല തണുപ്പാണ്. രാവിലെ ആണെങ്കിലും നല്ല സുഖമാണ് ഇതിലെ കൂടെ നടന്നു പോകാനായിട്ട്. നടക്കുന്നവർക്ക് നല്ല പാർക്കായത്. അകത്ത് കയറിയവാണ് ഏതൻകുട്ടനും ഇവക്കുട്ടി ഈസക്കുട്ടിയും കൂടെ സൈക്കിളും എടുത്ത് ഓരോ സ്കൂട്ടറും എടുത്ത് കളിക്കാൻ പോയിട്ടുണ്ട്. കാണുന്നില്ല, അതിലേ കൂടെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേ കൂടെ അധികം അവരെ അവിടെ കളിക്കാൻ ആക്കിയിട്ട് ഇതിലേ നടക്കാറുണ്ട്. ഇതേ പോകുന്നു ഒരാൾ. ഇവക്കുട്ടി സ്കൂട്ടറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ചുടന്ന് നോക്കണം കേട്ടോ. ചുടൻ എന്തി ചേട്ടായുണ്ടോ? ഇവിടെ പിള്ളേർക്ക് സ്കൂട്ടർ ഓടിക്കാനും നല്ല സ്ഥലമാണ്. കാരണം ഇങ്ങനെ ചുറ്റി കറങ്ങി ഓടിച്ചു പോകാലോ. ഇവിടെ കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. കാരണം പിള്ളേർക്ക് കളിക്കാൻ ഇഷ്ടം പോലെ ഊഞ്ഞാലുണ്ട്. വേറെ ചില പാർക്കിലൊക്കെ പോയാൽ അധികം ഊഞ്ഞാലില്ലാത്തതുകൊണ്ട് പിള്ളേർ തമ്മിൽ കളിക്കാൻ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും ഊഞ്ഞാലിന് വേണ്ടിയൊക്കെ. ഇവിടെ 2 ഭാഗത്തായിട്ട് ഇഷ്ടം പോലെ ഊഞ്ഞാലുണ്ട്. അപ്പുറത്തെ ഒരു വശത്ത് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, ഇങ്ങനെ സ്ലൈഡുകളുണ്ട്. അതേപോലെ തന്നെ ഈ വശത്തുമുണ്ട്. അപ്പോൾ 2 വശത്തുമുണ്ട് ഇഷ്ടം പോലെ. നമുക്ക് അങ്ങോട്ടങ്ങോട്ട് പോയി നോക്കാം. ഇതാത് വരുന്നത് ഇവിടെ ഇരിക്കാനുള്ളത് നോക്കിക്കാൻ നല്ല രസമുണ്ടല്ലേ. ഒത്തിരി പേർക്ക് ഒരേ സമയത്ത് ഇരിക്കാൻ പറ്റും അല്ലേ കുട്ടി? കുറേ പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മുഖാമുഖം ഇരുന്ന് വർത്താനം പറയാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെ. നല്ല നീളത്തിലുള്ളത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെടികളും കാര്യങ്ങളും എല്ലാമായിട്ട്. പിന്നെ ഇവിടെ പാർക്കിൽ ഒരുപാട് സ്ഥലത്ത് കാണും ഇതുപോലത്തെ ഡസ്റ്റ്ബിന്നുകൾ. അത് ഭയങ്കര ഇതാണ്. നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ മിഡിലായിരിക്കുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്തായിട്ട് ഒരെണ്ണം കാണും. എപ്പോഴും അടുത്തായിട്ട് ഇങ്ങനെ ഡസ്റ്റ്ബിൻ ഉള്ളത് കൊണ്ട് വേസ്റ്റ് സാധനങ്ങളൊന്നും ഇങ്ങനെ പുറത്തോട്ട് വലിച്ചെറിയത്തില്ല. എല്ലാം അതിനകത്ത് തന്നെ കൊണ്ടുപോയി ഇടും. ഇഷ്ടംപോലെയുള്ള എണ്ണം ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മൾ ഇരിക്കുന്നതിൻ്റെ അടുത്തും ഉള്ളത് കൊണ്ട് നമുക്ക് അതിലൊക്കെ കൊണ്ട് ഇടുന്നതുകൊണ്ട് അങ്ങനെ പുറത്ത് അങ്ങനെ വേസ്റ്റ് ഒരുപാട് കാണുകയില്ല. ഇതൊരു ഭയങ്കര നല്ല കാര്യമാണ്. നാട്ടിലാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വേസ്റ്റ് ഇടാനായിട്ട് നല്ലതായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പിള്ളേരൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളപ്പോൾ എപ്പോഴും എന്തെങ്കിലും റാപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കളയാനായിട്ട്. ഇതെന്താണ് 3 എണ്ണം കൂടെ കയ്യാലപ്പുറത്ത് കയറി നിൽക്കുന്ന പോലെ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്? കുട്ടി തൻ്റെ പാർക്കിൽ അടിച്ചു വരാറുണ്ട്. എല്ലാവരും ഡേർട്ടി ആക്കി പോലും. കാറ്റത്ത് പറക്കുന്നതാ. ഇപ്പം എൻ്റെ ബാക്ക് സൈഡിൽ കുട്ടികളുടെ പ്ലേ ഏരിയ ആണ്. ഇതിലിങ്ങനെ ബോർഡ് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്, എന്തൊക്കെ കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. കഫ്റ്റീരിയ ഉണ്ട്, ടോയ്ലറ്റ്, അഡ്മിനിസ്ട്രേഷൻ, എൻട്രൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെന്താ പറയുന്നത്? ഇതെന്താ? ഗുഹ. വള്ളിക്കുടിലെത്തിയ വള്ളിക്കുടില്. കുട്ടി താണ്ട തന്നെ പോയി കളിക്കാൻ തുടങ്ങി. റിവേഴ്സ് ഗിയർ ഇട്ടാണ് വരുന്നത് ഇപ്പോൾ.
ഈ പാർക്കിനകത്തുള്ള ഏക റെസ്റ്റോറൻറ്റ്. പിന്നെ പിള്ളേർക്ക് ഇവിടുന്ന് സ്ലോപ്പായിട്ട് താഴേക്ക് സ്കൂട്ടർ ഓടിക്കാൻ വേണ്ടി നല്ല സ്ഥലമാണ്. ആ നടുക്കത്തെ ഏരിയ ഉണ്ടോ? ആ വൈറ്റ് ഇങ്ങനെ കൊടുത്തേക്കുന്ന വേലി പോലെ കൊടുത്തേക്കുന്ന അതിലെ കൂടെ പിള്ളേർക്ക് താഴേക്ക് സ്കൂട്ടർ ഓടിക്കാൻ നല്ലൊരു ഏരിയ. അതിൻ്റെ അകത്തൊക്കെ നോക്കി ഓരോ സീറ്റിൻ്റെ അടുത്ത് തന്നെ പിന്നെ ഓൾമോസ്റ്റ് മിക്ക സീറ്റിൻ്റെ അടുത്തൂടെ ഓരോ ഡസ്റ്റ്ബിന്നും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ കുറേ പേര് വന്നിട്ടേ ഈ പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ ഡാൻസിൻ്റെ പ്രാക്ടീസും അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. നമ്മൾ പുറകെ കാണുന്ന ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ, ആ ടേബിളും കാര്യങ്ങളൊക്കെ ഉള്ള, അതിൽ ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കാനുള്ള കാര്യങ്ങളുണ്ട്, സീറ്റുണ്ട്. അപ്പോൾ അവിടെ പലപ്പോഴും ബർത്ത്ഡേൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഈ പാർക്കിൻ്റെ നേരെ പുറത്തായിട്ട് ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ മെട്രോ സ്റ്റേഷനാണ്. ആ മെട്രോ സ്റ്റേഷൻ്റെ എക്സിറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേ പാർക്കിലേക്കുള്ള ആക്സസ് കുറച്ച് മുന്നോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ ഗേറ്റ് ഓപ്പൺ ആയ ഗേറ്റ് എത്തും. അവിടെ നിന്നകത്തേക്ക് കയറാൻ പറ്റും. ഇവിടെയും പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ഇതിൽ ചെറിയ കുട്ടികൾക്ക് പിന്നെ സ്ലൈഡ് ചെയ്ത് വരാനുള്ളതാണ്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. മെട്രോ ഇറങ്ങിക്കഴിഞ്ഞ് വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഗേറ്റാണ് അത്. പക്ഷേ ഓപ്പൺഡ് അല്ല. അത് കാരണം നമ്മളിങ്ങനെ കുറച്ചുകൂടി ഒന്ന് ചുറ്റിയിട്ട് വേണം, മെയിൻ എൻട്രൻസിൽ കൂടെയാണ് അകത്തേക്ക് കയറുന്നത്. ഇതുപോലെ എൻട്രി ഫീസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ നല്ലൊരു പാർക്കാണ് ഇത്. നമുക്ക് നടക്കാനും, വലിയവർക്ക് നടക്കാനും പറ്റും, പിള്ളേർ കളിക്കുന്നത് നമുക്ക് കാണാനും പറ്റും. ദൂരെ നിന്ന് പിള്ളേരെ കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഒത്തിരി കളിക്കാനുള്ള സ്പേസും ഉണ്ട് ഇവിടെ. കുറച്ചുകൂടെ വലിയ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന സ്ലൈഡാണ് ഇവിടെ ഉള്ളത്. ഇതിൽ പിന്നെ നമ്മുടെ ഏതൊക്കെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ അധികവും സ്ലൈഡ് കളിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. പിന്നെ കയറിപ്പോകാനും പിന്നെ ചുറ്റി കറങ്ങി കയറിപ്പോകാനുള്ള ഓരോരോ 2-3 വേ കൂടെ കയറിപ്പോകാൻ പറ്റും ഇതിൻ്റെ മേളിൽ. ലാസ്റ്റ് നമ്മളിവിടെ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കയറി വന്ന എൻട്രൻസ്. അവിടെ എത്തി നമ്മൾ നടന്നിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ പാസേജിൽ സ്കൂട്ടറും കൊണ്ട് ഓടി കളിക്കാമെന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ എൻ്റെ ഫ്രണ്ട്, ഇതാണ് ഇതിൻ്റെ സെൻട്രലായിട്ടുള്ള ഭാഗം. ഇവിടെ എത്തി. ഇതിൻ്റെ ഇവിടുന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അപ്പുറത്തും ഗേറ്റിൻ്റെ 2 ഭാഗത്തായിട്ട് വാഷ്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി സന്ധ്യയായി. നേരത്തെ കയറുമ്പോഴേ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അന്നേരം അങ്ങനെ സന്ധ്യ ആയിട്ടില്ലായിരുന്നു. ഇതാണ്ട് സന്ധ്യ ആയിട്ടുണ്ട്. ബാങ്ക് കൊടുത്തു, എല്ലാവരും നോമ്പൊക്കെ തുറന്നു. എല്ലായിടത്തും ഒരുപാട് ആൾക്കാരുണ്ട്. പിള്ളേർ കളിക്കുന്നിടത്തേക്ക് നമുക്കിനി പോകാം. അപ്പം ശരി, ഗുഡ് നൈറ്റ്. എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻസും ഇടണം കേട്ടോ.